जो वादा किया वो निभाना पड़ेगा. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. ഈ രണ്ട് പാട്ട് പാടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇത് ഞങ്ങളെപ്പോഴും അല്ലെങ്കിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സഞ്ചാരം, ഒരു റൂട്ടാണല്ലോ. വളരെ പോപ്പുലറായിട്ടുള്ളൊരു കുറേ പാട്ടുകളുള്ള ഒരു റൂട്ടാണല്ലോ, ഒരു ഈണമാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. ഒരുപാടുണ്ട്, സത്യമാണ്, ഒരുപാട് പാട്ടുകൾ. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രാഗം. നമ്മുടെ പല പല ഭാവങ്ങൾക്ക് അതിന് തീവ്രത ഇത്രമാത്രം കൊടുക്കാവുന്ന ഒരു രാഗം ഉണ്ടോയെന്ന് വെച്ചാൽ വളരെ കുറവാണ്, അല്ലേ? അപ്പം നമുക്ക് ഈ രാഗം ഏതാന്ന് പറയാം. ഈ രാഗത്തിൻ്റെ പേരാണ് പഹാഡി എന്നാണ് പറയുക. പഹാഡി. പഹാഡിയുടെ അർത്ഥം എന്താണ്? പർവ്വതം, അല്ലെ? മൗണ്ടെയിൻ, പർവ്വതം. അപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ വനമേഖലകളിൽ പണ്ട് പുരാതന കാലം അത്ര പഴക്കം ഉള്ളൊരു ഈണമാണ് ഈ പഹാഡിയുടെ. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഗീതം, അല്ലെങ്കിൽ ഒരു സംഗീത രൂപം, അല്ലെങ്കിൽ ഒരു രാഗസഞ്ചാരം, ഈണം, അല്ലേ? റൂട്ട് എന്നൊക്കെ പറയാം. പഹാഡി എന്ന് പറഞ്ഞാൽ പർവ്വതമാണെന്ന് അറിയാം. പർവ്വതങ്ങളുടെ സംഗീതം എന്നാണ് പഹാഡി രാഗത്തിന് പറയാം. പുരാതന കാലം മുതൽക്ക് നമ്മുടെ എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ വനമേഖലകളിലെ താഴ്വാരങ്ങളിലൊക്കെ ആടുമാടുകളെ എന്താ പറയുക മേച്ച് നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ അവര് കൃഷിപ്പണിയായിരുന്നു. ആടുമാടുകളെ മേയ്ക്കുന്നത്, അതുപോലെ കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ അവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന സമയത്ത് അവരെ മനസ്സിൽ വരുന്ന, അവരിങ്ങനെ മൂടി നടന്നിരുന്ന ഒരു റൂട്ടാണ് ശരിക്കും ഇത്. അപ്പോൾ ആ എന്താ പറയുക, സൗത്ത് ഇന്ത്യൻ വനമേഖലകളിലെ നോർത്ത് ഇന്ത്യൻ വനമേഖലകളുടെ താഴ്വാരങ്ങളിൽ വസിച്ചിരുന്ന പുരാതന കാലത്തുള്ള ജനങ്ങൾ അന്ന് തൊട്ടേ പാടിയും മൂളിയും ഒക്കെ നടന്നിരുന്ന ഒരു രാഗസഞ്ചാരം, വളരെ പഴക്കമുള്ള, വളരെ പരമ്പരാഗതമായ ഒരു ഈണമാണ് പഹാഡിയുടേത്, അല്ലെ? പഹാഡി. ഇതില് ശരിക്കും മോഹനം പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് അതിന്റെ അടുത്തെത്താം. പക്ഷെ അത് പാടുമ്പോൾ ആ ഒരു ശൈലിയിലുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി ആലാപ് അറിയാലോ, കർണാട്ടിക് സംഗീതം പോലെ ഒരുപാട് കേവ്സ് കുറച്ചിട്ട്, സംഗതികളുടെ സ്പീഡും ബ്രഗെല്ലാം കുറച്ച്, എന്നാൽ സംഗതികളും ബ്രഗെ ഒരുപാടുണ്ട്, അത് വേറെ തലങ്ങളിലേക്ക് പോകുന്നു. ആ ആലാപന ശൈലിയുടെ വ്യത്യാസമാണ്. ഇവിടെ മോഹനത്തെക്കാളും നമുക്കത് ഫീൽ ചെയ്യുക ബിലഹരി പാടുമ്പോഴാണ്. ബിലഹരിയുടെ റൂട്ട് എങ്ങനെയാ? സ രി ഗ പ ദ സ. മോഹനത്തിന്റെ ആരോഹണവും തിരിച്ചു എന്താ പറയാ, സാനി ദ പ മ ഗ രി സ. ചെറിയ നിഷാദം, വലിയ ദേവതം, പഞ്ചമം, ചെറിയ മധ്യമം, വലിയ ഗാന്ധാരം, വലിയ ഋഷഭം. സരി ഗ പ ധ സ നി ദ പ മ ഗ രി സ മ ഗ രി ഗ സ പ മ ഗ രി ദ സ. ഇങ്ങനെയൊക്കെ. പക്ഷെ ഇതിലെല്ലാം സ്വരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അധികം നമുക്ക് പഹാഡിക്കൊരു പ്രത്യേകിച്ച് ആരോഹണവരോടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അതും ശരിയാ. കാരണം എന്താ വെച്ചാല് സാന്ദർഭികമായിട്ട് എല്ലാ സ്വരങ്ങളും ഇതിലേക്ക് കയറി വരുന്നുണ്ട്. 12 നോട്ട്സും കയറി വരുന്നുണ്ട്. അപ്പൊ അത് കർണാടക സംഗീതം പഠിക്കുന്നവർക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പക്ഷെ ഞാൻ ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ റൂട്ടും ഇങ്ങനെ, റൂട്ട് പറഞ്ഞാൽ അറിയാലോ, ഇതിങ്ങനെ ഈ ഈണം പോകുന്ന വഴി, ഗതി, അതിന്റെ പോക്ക്, അതും ഈ പാട്ടുകളും തമ്മിൽ അതിന്റെ റിലേഷനാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ കൂടുതൽ സംഗീതം നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മളത് അവതരിപ്പിക്കുന്നു എന്നുള്ളൂ. അപ്പൊ ഏകദേശം ഇപ്പൊ ഇതിന്റെ ഒരു സ്വഭാവം, ഇതിന്റെ ഒരു ഇതെങ്ങനെ വന്നു, എവിടുന്ന് വന്നു, എങ്ങനെ പാടിയാൽ ഇതിലേക്ക് വരും എന്നൊക്കെ നമ്മളിപ്പോ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു, അല്ലേ?
സദ പഗ പദ സദ പഗ പദ സരി ഗാരേ സ അല്ലേ, സരി ഗ പ ഗ പ മ ഗ രേ ഗരേ സ നി ദ പദ ഗ പദ സരി ഗ ഗ പദ സ ദ പ ഗ പ മ ഗ രേ ഗരേ സ നി ദ സ. ഇങ്ങനെയൊക്കെ ഇതിന്റെ ഒരു പാഠം നമുക്ക്. അതായത് ബിലഹരി എന്ന രാഗത്തിന് കർണാട്ടിക് സംഗീതത്തിന്റെ സംഗതികൾ ഒഴിവാക്കി ഹിന്ദുസ്ഥാനി ശൈലിയിൽ ആലാപ ശൈലി കൂടുതൽ ഉൾപ്പെടുത്തി ഓരോ സ്വരത്തിൽ കൂടുതൽ നേരം നിന്ന് നീട്ടി ആലപിച്ച് പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എന്താ പറയുക പഹാഡിയിലേക്ക് നമുക്ക് വരാം. എങ്കിൽ പോലും ബിലഹരിയുടെ കർണാടക സംഗതി മാറ്റി ഹിന്ദുസ്ഥാനി സംഗീതം പാടിയാൽ മുഴുവനായിട്ട് എന്താ പറയുക പഹാടി കിട്ടുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞു എല്ലാം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ സ്വരവും സാന്ദർഭികമായിട്ട്. അപ്പൊ അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയും വാസന്ത പഞ്ചമി നാളിൽ അല്ലേ, വരുമെന്നൊരു നമ്മളെ ബാബുഖാന്റെ പാട്ട്. അതുമാതിരി ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരുപാട് പാട്ട്. സുറുമ എഴുതിയ മിഴികളെ നമ്മൾ പറഞ്ഞു, സുറുമ എഴുതിയ മിഴികളെ. അങ്ങനെ 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 പാടാണ് നമ്മൾ. അങ്ങനെ ആസ്വദിച്ച് നമ്മൾ മുന്നിലേക്ക് പോവുക. ഒരുപാട് ഭാഗ്യമുള്ളവരാണ് നമ്മളൊക്കെ ശരിക്കും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും ഈ ഒരു ഭാവങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനും സാധിക്കുക നമ്മുടെ ചെറിയ കാര്യമല്ല അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ അതെല്ലാം ഉൾക്കൊണ്ട് ആസ്വദിച്ച് മുന്നിലേക്ക് പോവുക. നമ്മുടെ എല്ലാ ഭാവങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രാഗങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഏത് രാഗം എടുത്താലും അതിന് ചില ഭാവങ്ങളുടെ തീവ്രത കാണിക്കാൻ സാധിക്കും. അതിന് പല പല ഭാവങ്ങളിൽ യൂസ് ചെയ്യുന്ന രാഗങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതുപോലെ അമ്പാടി പയ്യുകൾ പഹാടിയാണ്. ഞങ്ങള് ഈ എന്താ പറയാ മ്യൂസിക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഭജൻ പഠിച്ചിരുന്നു. മധ്യമശ്രുതിക്ക് പാടുമ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യും. ആ ശ്രുതിക്ക് സാ വെച്ച് പാടണമെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആണ് ഈ രാഗം. അത് പ്രണത ജനബന്ധോ ഹേ മാധവ മധുമദനവരേ പ്യാ കേശവ കരുണാ സിന്ധോ. ഇങ്ങനെ ഒരു ഭജൻ പഠിച്ചിട്ടുണ്ട് പണ്ട്. പഹാടി എന്താ പറയാ, അത്രയും മനോഹരമായ രാഗം. പ്രത്യേകിച്ച് വിരഹം ഒക്കെ നമുക്ക് അത്രയും നമുക്ക് ഫീൽ ചെയ്യും. വിരഹത്തിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യും. ഈ മീര ഭജൻസിലൊക്കെ ഇതുപോലെ ഇതിപ്പോ നേരത്തെ പാടിയ ഭജൻ പോലെ ഇങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഈ രാഗം. ആ രാഗം അത്ര എഫക്റ്റീവാണ് ഇത്തരം കാര്യങ്ങൾക്ക്. അങ്ങനെ മലയാളത്തില് പാലാഴിക്കടവിൽ അല്ലെ നീരാട്ടിനിറങ്ങിയ അത് ആകാശ പൊയ്കയിലുണ്ടൊരു പൊന്നിൻ തോണി. അങ്ങനെ ഒരുപാട് പാട്ട്. അതേമാതിരി നമ്മുടെ വടക്കു നോക്കിയ തരത്തിലൊരു പാട്ടുണ്ടല്ലോ, ജോൺസൺ മാഷ് ചെയ്തൊരു പാട്ട്, മായാമയൂരം അല്ലേ. വളരെ വളരെ എന്താ പറയുക, ഇത്രയും രസമാണ് ആ പാട്ടുകൾ. ആ ഒരു രാഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, കല്ലായി കടവത്തേ മണിമാരൻ വരുന്നതും ചൊല്ലിലേ അല്ലെ, മധുമാസരാവിന്റെ താരാരരേ ദിരരീ
ദേ ഓ ഇതെന്റെ എന്താ പറയാ, കിനാവിൻ്റെ കൂടി ജോൺസൺ മാഷ പാട്ട്. അതുമാതിരി ജോൺസൺ മാഷ് പോലെ ചെണ്ട് നമ്മുടെ ഏകാന്തരാവിൽ അമ്പാടിപ്പൈകൾ നമ്മൾ പറഞ്ഞു. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഇങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. ആകാശം നമ്മൾ മായാമയൂരം പാടി. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി. പഴയൊരു പാട്ടുണ്ട്. രാസലീലയ്ക്ക് വൈകിയതെന്തു രാജീവ ലോചനേ നാരിരേ. പാട്ടുകൾ നമ്മൾ പാടുകയാണ്, പിന്നെ പാട്ടുകൾ ഇങ്ങനെയൊക്കെയാണ് പാടുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ വളരെ സിമ്പിളായിട്ട് പാടുന്നു. എപ്പോഴും പറയാറ് പോലെ ഇതിൽ എന്താ പറയുക, റീടേക്സ് ഒന്നുമില്ല. ഇങ്ങനെ പാടുന്നു, പറയുന്നു, നമ്മൾ തമ്മിൽ എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, ഇൻട്രാക്ഷൻ. പാട്ടിഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്കിലും ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനുള്ളൊരു കുറച്ചൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഉപകാരപ്പെടും തോന്നുന്നു. എൻ്റെ ഈ ചെറിയ അറിവിൽ എനിക്ക് കിട്ടിയ അറിവ് പകർന്നു വെക്കുന്നു എന്നേ ഉള്ളൂ, അല്ലേ? അതുപോലെ കഭി കഭി മേരെ ദിൽ മേ അല്ലേ, ഇത് പഹാടിയാണ്. അതുപോലെ മെല്ലയൊന്നു പാടി നിന്നെ, കൊച്ചു കൊച്ചു മനസ്സിനക്കരയാണോ, കൊച്ചു കൊച്ചു മനസ്സിനക്കര എന്ന സിനിമ. അതുപോലെ കിനാവിൻ്റെ കൂട്ടിൽ അവിടും നമ്മൾ പാടി, രാസലീലയ്ക്ക് പാടി. പിന്നെ തമിഴിലെ രാജസാർ ചെയ്ത നല്ല പാട്ടുകളുണ്ട് ഒരുപാട്. അതിന് മലയാളം നമുക്ക് മൗനം പോലും മധുരം അല്ലെ, മൗനം പോലും മധുരം ഈ മഴ നിലാവിന്നനനി രാരേ രോമാഞ്ചം ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റാമ്പഡാണ് ഈ പാട്ടുകളൊക്കെ. അതുപോലെ വാവെണ്ണില നാരത്താരേ താനത്താനേ, അതുപോലെ ചിത്രേശ് പാട്ടിയ പാട്ടുണ്ടല്ലോ, ഏതേതോ എണ്ണം വലത്തേ, അങ്ങനെ എത്രയോ എത്രയോ പാട്ടുകൾ. അപ്പോൾ ഇനിയും ഇത്തരം ഈ ഒരു ഈണം ഒക്കെ കേൾക്കുമ്പോൾ, അല്ലെ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ജസ്റ്റ് നോക്കുക, അല്ലേ? നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നു, പാടുന്നു. അപ്പോൾ രാഗാൻ സോങ്സിൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പം അടുത്ത ബുധനാഴ്ച വേറൊരു രാഗവും പാട്ടുകളായിട്ട് നമുക്ക് വരാം. താങ്ക് യു വെരി മച്ച്.